ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 13ാമത്തെ സൂറത്തായി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വരുന്നത് സൂറത്തുൽ അസ്ർ. അപ്പോൾ നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ സൂറത്തുൽ അസ്ർ ഉസ്താദ് ഓതുന്നതിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കാം. بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر والعصر അല്ല വൽഅസ്ർ സ്വാദ് ഖൽഖലത്ത് വരാത്ത രൂപത്തിൽ വൽഅസ്ർ റാഉം തഫ്ഖീം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ അങ്ങനെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. വഅമിലു നമ്മൾ നേരത്തേക്ക് ഒരുപാട് തവണ പറഞ്ഞു പോകുന്നതാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വഅമിലു ഐന് സുക്കൂനായി വന്ന് വഅമിലു പറയാൻ പാടില്ല. വഅമിലു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ചിലപ്പോൾ ശ്രദ്ധിച്ചു ഓതുന്ന ആളുകൾ ആ ഒരായത്ത് കംപ്ലീറ്റ് ഒരു ശ്വാസം കൊണ്ട് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ തൽക്കാലം വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ് നിർത്തുക. വേറെന്താ പരിഹാരം? ഏതായാലും ശ്വാസം കിട്ടൂല, ആയത്ത് കംപ്ലീറ്റ് ആക്കാൻ ശ്വാസം കിട്ടൂല. അങ്ങനെ വന്നാൽ കേട്ടോ, എന്നിട്ട് ബാക്കി ഓതുക. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കുടുങ്ങിയ ആളുകൾക്ക് മാത്രമുള്ള ഒരു പരിഹാരമാണിത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്കാരത്തിലൊക്കെ നമ്മൾ ഓതുന്ന സൂറത്താണ്. ഓക്കെ, ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞ പോലെ വൽ അസ്ർ അത് അസ്ർ സ്വാദ് വായ നിറയെ ആവുന്ന രീതിയിൽ ആവാതെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഹു ഹ ആണ് കേട്ടോ. ലഫി ഉസ്ർ ആയി പോകരുത്. ലഫി ഖുസ്ർ. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്. അപ്പോൾ ഇവിടെയൊക്കെ ഹക്കി എന്നാണ്. അപ്പോൾ നമ്മൾ നിർത്തുന്ന രീതിയിൽ നമ്മളവിടെ വഖഫ് നൽകുകയാണ്, സുക്കൂന് നൽകുകയാണ്. അപ്പോൾ അവിടെ ബിൽ ഹക്കി. അപ്പോൾ നമ്മൾ ഓൾറെഡി വായിക്കുന്ന രീതിയിൽ ഞാൻ വായിച്ചു പോവുകയാണ്, മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ അക്ഷരം നോക്കി വായിക്കുമ്പം ബിൽ ഹക്കി. അപ്പോൾ നമ്മളവിടെ വഖഫ് ചെയ്യുന്ന രീതിയിൽ ഓതുമ്പം ബിൽ ഹക്ക്. അതുപോലെ ബിസ്സബർ വഅമിലുസ്സാലിഹാത്തി. സോലിഹാത്ത് എന്ന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ പറയും, മനസ്സിലാക്കട്ടോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ വായിച്ചു പോയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഇൻസാന ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടോ. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്തേണ്ട സ്വാദാണ്. സ്വാദ്. അപ്പോൾ ഇവിടെ സ്വാദ് വന്നെന്ന് എല്ലാവരും മനസ്സിലാക്കുക. നോക്കുക, ഇഹ്ദിന സിറാത്ത സ്വാദ് ഇവിടെ വന്നു അല്ലേ. ഫി സുദൂരിന്നാസ് സ്വാദ്. സയസ്ല സ്വാദ് സ്. നസ്റുല്ലാഹി സ്വാദ്. അൻ സ്വലാത്തിഹി സ്വാദ്. വസ്സൈഫ് സ്വാദ്. മിൻ സിയാമി സ്വാദ്. സുഹ്ഫി ഇബ്രാഹീമ സ്വാദ് ഫസ്റ്റ് വന്നു. വയൻസുറൂന. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ ഇടയിലും ചേർത്ത് ചെയ്തും ഖുർആൻ എഴുത്തിൽ ഇങ്ങനെ വരുന്നതൊക്കെ മനസ്സിലാക്കാനാണ് സ്വാദ്. വസ്സൈഫ്
ഫഅസദ്ദഖ ഫഅസദ്ദഖ സ്വാദ് മനസ്സിലാക്കുക. അപ്പോൾ സ്വാദ് നന്നായി മനസ്സിലാക്കുക, എക്സാമിന് ചോദ്യം വരും. ഇവിടെ മൂന്നാമത് വന്ന അക്ഷരം ഏതാന്ന് ചോദിച്ചിട്ട് മനസ്സിലായില്ലേ? അപ്പം നമുക്ക് സ്വാദ് ടിക്ക് ചെയ്യാനാണ് അധികം ഉണ്ടാവുക, ഇല്ലെങ്കിൽ വൺ വേർഡായിട്ട് എഴുതാൻ സ്വാദ് എന്ന് എഴുതി കൊടുക്കാൻ കഴിയണം. മനസ്സിലായില്ലേ? മൂന്നാമത് വന്നത് ഫസ്റ്റ് മീമ് നൂന് സ്വാദ്. അപ്പം അങ്ങനെ അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. പിന്നെ ഇവിടെ താഴെ സൂറത്തിൽ നിന്ന് സ്വാദ് നമ്മൾ അടയാളപ്പെടുത്തണം, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓതി പഠിക്കാനുള്ളൊരു ഭാഗമല്ല, നമ്മൾ സ്വാദ് ഈ സൂറത്തിൽ നിന്ന് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി പോരാ. ഞാൻ കാണാത്തത് നിങ്ങൾ കാണുകയാണെങ്കിൽ അടയാളപ്പെടുത്തണം കേട്ടോ. ഇവിടെ സുഹുഫൻ, അപ്പോൾ സ്വാദ് ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയാണ്? ഇവിടെ എവിടെയുണ്ടോ? ഇവിടെ ഈ ആയത്തിലുണ്ടോ? ഇവിടെ ഉണ്ട് സ്വാദ്. പിന്നെ എവിടെയാണ്? ഇതാ അവിടെ സ്വാദ്. പിന്നെ എവിടെ ഉണ്ട്? ഇവിടെ എവിടെയും കാണുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടയാളപ്പെടുത്തണം കേട്ടോ, വിട്ടുപോകരുത്. പിന്നെ ഇവിടെ, പിന്നെ എവിടെയാണ്? ഉണ്ടോ? ഇതിവിടെ ലോദാണ്, പുള്ളിയുള്ളതാണ്. സ്വാദ് ലോദ്, രണ്ടാമത്തെ പുള്ളിയുള്ളതാണ്. സ്വാദിൻ്റെ അടുത്ത് തന്നെ ലോദ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ പുള്ളിയുള്ളതാണ്. ഇത് വേണ്ട, ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്വാദാണ് വേണ്ടത്. ഇനി ഞാൻ കാണാത്തത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, ടോട്ടൽ എണ്ണുക, അവിടെ പോയി എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. എല്ലാവരും സൂറത്തിൻ്റെ കൂടെ ഓതി പഠിക്കുക. എന്നിട്ട് ഈ വാചകങ്ങൾ ഓരോന്നും ഓരോ ലഫ്ലുകളും പഠിക്കുക. എന്നിട്ട് ഇതിൽ നോക്കിയിട്ട് ഓതുക. അപ്പോൾ ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും വന്ന് ഇവിടെ വായിക്കുക. എന്നിട്ട് പിന്നെയും പോയിട്ട് സൂറത്ത് നോക്കിയിട്ട് നമ്മൾ ഓതി പഠിക്കുക. മനസ്സിലാക്കുക. അപ്പോൾ നീട്ടാനുള്ളതും. അപ്പോൾ ഇവിടെ വഅമിലു സ്വാലിഹാത്ത്, ഇവിടെ ഈ അലിഫിൻ്റെ ഇടയിലൊരു ഇവിടെ ഒരു അലിഫിൻ്റെ ഇവിടെ ഒരു വാവിന് നമ്മൾ അമിലു എന്ന് പറഞ്ഞ് കൂടുതൽ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു തജ്വീദിൽ വരുന്ന ഒരു നിയമമാണ്. വഅമിലു സ്വാലിഹാത്ത് നമ്മളിവിടെ നീട്ടുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ തജ്വീദിൽ വന്നൊരു നിയമമാണ് ഇവിടെ. വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഓതുകയാണ്. വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ ഇതാ വആമനു, ആമനു എന്ന് പറഞ്ഞാൽ കൂടുതൽ നീട്ടാതെ ലല്ലദീന ആമനു വഅമിലു, ആമനു വഅമിലു അങ്ങനെ ഓതാനാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. കുട്ടികൾ അതൊരു എന്താ ഇവിടെ ഓതാത്തത് എന്നൊക്കെ എന്നോട് ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. എന്തിനാ അവിടെ ഓതാതെ അവിടെ ഒരു അക്ഷരം അങ്ങനെ ഇട്ടുവെച്ചിരുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല, അതാണ്. അപ്പോൾ ഇതന്നെ ഇവിടെ നിർത്തിയിട്ട് വാമിലു അമിലു അലിഫിട്ട് സുക്കൂനിട്ട എന്നാണ് ഉച്ചാരണം എന്നറിയാം. അപ്പോൾ അവർ അമിലു ആമനു എന്നൊക്കെ ഓതുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ അസ്സാലിഹാത്ത് ആ ഓതിയിട്ട് ഓതും ഇവിടെ. അപ്പോൾ അതൊന്നും പാടില്ല. അപ്പോൾ ഖുറാനോത്ത് ഉസ്താദ് ഓതുന്ന വോയിസ് നന്നായിട്ട് കേട്ട് പഠിക്കുക. ഇവിടെ ഇടയിൽ വന്ന അലിഫ് നമ്മൾ ഉച്ചരിക്കൂല. ഇല്ലല്ലദീന ഇവിടെയോ ഉച്ചരിക്കൂല. വൽ അസ്ർ ഇവിടെയുണ്ട്, അതൊന്നും ഉച്ചരിക്കൂല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. എന്താണ്? ഒരു ആയത്ത് തുടങ്ങുന്നിടത്താണ് അങ്ങനെ അലിഫ് വന്നത് എങ്കിൽ മാത്രമേ നമ്മൾ ആ എന്ന് പറയുള്ളൂ. ഉദാഹരണം അൽഹംദു, അൽഹംദു എന്നുള്ളതിന് ഇങ്ങനെയുള്ള ആ ആണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വോയിസ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.